ഗുംനായ കേരള പാലക്കാട്. ഇതേ കണ്ടോ, ഇങ്ങനെയുള്ള ചില വിളികളാണ് പുതിയ പുതിയ മനുഷ്യരിലേക്കും അവരുടെ വ്യത്യസ്തമായ ജീവിതങ്ങളിലേക്കും പുതിയ പുതിയ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ എത്തിക്കുന്നത്. ഇത് കണ്ടോ, നെറ്റ്ഫ്ലിക്സ്. ഓക്കെ. ആ പുൽവാമ സംഭവം ഉണ്ടായതിനു ശേഷം ഇത്രയും ഹാർഡായതുകൊണ്ട് അവർ മാറ്റി വെച്ചാണ്ടോ കുറച്ച്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. രാവിലെ 7 മണിയാണ് കേട്ടോ. ശ്രീനഗർ അത്യാവശ്യം നല്ല ആക്റ്റീവാണ് ഈ സമയത്ത് തന്നെ. ഓരോ ആളുകളും അവരവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദാൽ ലേക്കിലാണെങ്കിൽ ടൂറിസ്റ്റുകളെ കാത്തിട്ട് ഷിക്കാര വള്ളങ്ങളുടെ ആളുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സ്കൂട്ടർ എടുത്തിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, മുന്നിൽ കാണുന്ന റോട്ടിൽ കൂടി ഇങ്ങനെ പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ വേറൊരു സുഹൃത്തു കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തു. അനസാണ്, കണ്ണൂരിന്നാണ്. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്ന ഒരാളടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇത് പാമ്പോറാണെന്ന് മനസ്സിലായത് കേട്ടോ. അതായത് പാമ്പോർ ടൗൺ ആണ് നമ്മുടെ കുങ്കുമപ്പൂവിന് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം. ഇവിടെയാണ് കശ്മീരിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത്. പെട്ടെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാനൊരിക്കൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്താണ്. ഇപ്പം നമ്മൾ പ്ലാനൊന്നുമില്ലാതെ അവിടെ എത്തിപ്പെട്ടു. പക്ഷേ ഇതിപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ സീസൺ അല്ല. ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റൊക്കെ ആയിട്ടാണ് ശരിക്കും ഈ പൂവ് വിരിയുന്നതും അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നതൊക്കെ കേട്ടോ. ഈ ഏരിയകളിൽ മൊത്തം ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവർ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ അവിടെ വഴിയിൽ കണ്ട ആൾക്കാരോടൊക്കെ കുറേ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കാറിൽ വന്നൊരാൾ, അദ്ദേഹം വെറുതെ സംസാരിച്ചപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചു പതിവ് പോലെ തന്നെ. അപ്പോൾ പുള്ളി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആടുകളെ അവിടെ ഒരു മനുഷ്യൻ മേയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ആടിന് എന്തോ പ്രശ്നമുണ്ട് ഇത്രേ. ഈ മേയ്ക്കുന്ന ആൾ നോക്കിയപ്പോൾ ഈ ആട് ഇങ്ങനെ മണ്ണ് നിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തൊരു അസുഖമാണ്, അതുകൊണ്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തിനു വന്നാൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഞങ്ങളുടെ താല്പര്യം കണ്ടപ്പോൾ അദ്ദേഹം കൂടുതൽ താല്പര്യത്തോടെ കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ കാണുന്ന പാടത്തെല്ലാം ഓൾറെഡി കുങ്കുമപ്പൂവിൻ്റെ അതിൻ്റെ വിത്ത് മീൻസ് അതിൻ്റെ ബൾബ് നട്ട് കിടക്കുകയാണത്രേ. ഇനി അത് ആ സമയമാകുമ്പോൾ പൂവ് വരിക ചെയ്യുക. കാര്യമായ ഒരു ചെടിയൊന്നും ഇതിന് പറയാനില്ലത്രേ. പുറത്തേക്ക് കാണുന്നത് ശരിക്കും പൂവ് മാത്രമായിരിക്കും. അപ്പോൾ അദ്ദേഹം വിശദമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കീ കൊണ്ട് കുഴിച്ചിട്ട് മണ്ണിൽ നിന്ന് അതിൻ്റെ ബൾബ് വരെ എടുത്ത് അദ്ദേഹം ശരിക്കും നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ച് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ വീണ്ടും ആ റോട്ടിൽ കൂടി മുന്നോട്ട് പോയി. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഈ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കാണാൻ പറ്റുമോ നോക്കണം. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റോഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ വഴി മാത്രമായിട്ടോ, നടക്കാനുള്ള വഴി മാത്രമായി. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പിന്നെ കുറേ പാടങ്ങളായി. അവിടെ നമ്മൾ നെൽകൃഷി ചെയ്യുന്ന 2 പേരെ പരിചയപ്പെട്ടു കേട്ടോ. അവരിപ്പോൾ വിത്ത് പാകിയിട്ട് കാത്തിരിക്കുന്ന സമയമാണ്. ഇനി അത് വലുതായിട്ട് ഞാറ് പറിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളിൽ നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരോടും കുറച്ച് നേരം സംസാരിച്ചു, ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബദാം കൃഷി ചെയ്യുന്ന ഒരുപാട് വലിയ സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതായത് ബദാമിൻ്റെ കൃഷി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കാം. അവിടെ അത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ വിശേഷങ്ങളും അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. മെയിൻ റോഡിലേക്ക് കയറിയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം ഉണ്ടല്ലോ, വില്ലോ, ആ മരങ്ങൾ നിറയെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ മണ്ണിങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ടാക്കിയ പോലത്തെ ഒരു വഴി കണ്ടു കേട്ടോ. അതിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ് താഴെ നിന്ന് ഒരാൾ നമ്മളെ വിളിച്ചത് കേട്ടോ. ഗുംനായ ബദാം അന്വേഷിച്ച് വന്നപ്പോഴേ ഇവിടെ ഒന്നും കാണാനല്ല കേട്ടോ. അപ്പോൾ താഴെ നിന്ന് ഒരാളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഇത്രയും ദൂരം നിന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അത് പുള്ളി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഇത് പുള്ളിയുടെ തോട്ടമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ബദാം മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ബദാമുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്ന സംഗതി ഇവിടെ ഉണ്ട്. ഇപ്പോൾ പച്ചയാണ്. എന്തായാലും നമുക്ക് പുള്ളിയെടുത്ത് പോയേക്കാം. आप क्या बोला आपका फ्रेंड? My friend is Kerala is working there Dubai. Oh. My friend is उसका नाम है जुनैद भाई. वो अजफन कंपनी में था. कौन सा कंपनी? അജ്ഫൻ. ഇദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് കൃഷി ഉണ്ട് കേട്ടോ. ഇദ്ദേഹം കുറേ ഐറ്റംസ്, കാശ്മീരിൻ്റെ കുറേ ഐറ്റംസ് പുറത്തേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ പറയായിരുന്നു അജ്ഫാൻ കമ്പനിക്കൊക്കെ അയക്കാറുണ്ട് ഇത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. This is my orchard. Okay. और क्या क्या है आपका? और क्या क्या है इधर? आप इधर आओ.
आपको मैं सब दिखाता ഓക്കെ 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 അകത്തേക്ക് വരൂ എല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടോ ക്യാ हूं। ये जून में तैयार हो जाता है। ये क्या है? बल्गेरिया एप्पल हाँ बल्गेरिया बल्गेरिया एप्पल, ये बल्गेरिया से आया है। ओके ये हमें 20 साल से यहाँ इसकी पैदावार होती है। ओके ये जून में तैयार होता है हाँ, ये जून में तैयार होता है, मगर ये यही बिकता है, बाहर नहीं जाता है। हमारे कस्टमर नहीं है इसका बाहर। हाँ ഇതെന്താ വെച്ചാൽ കളറ് ഗ്രീനും റെഡും കൂടി മിക്സ് ആയതുകൊണ്ട് ഇത് എടുക്കുന്നില്ല, കാരണം നല്ലത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല ആപ്പിൾ ആണ്, നല്ല ടേസ്റ്റ് ആണ്, നല്ല ജ്യൂസ് ഉള്ളതാണ്. പക്ഷെ ഇതിന് എന്തോ ആൾക്കാർ ഇത് എടുക്കാറില്ല അല്ലേ? പക്ഷെ ഇതില് റെഡ് കൂടുതലായോണ്ട് കുളു ആപ്പിൾ എന്ന് പറഞ്ഞ ഇതില് ആൾക്കാർ ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? ഇതിന് ആക്ച്വലി വില കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അതായത് 20 കിലോക്ക് 800, 900, 1000 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതാണ് ഇത്ര ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്, കുളു ആപ്പിള്. ഇത് ബൾഗേറിയ. ഈ സാധനത്തിന് എന്തോ ഇത് പുറത്തെ ആൾക്കാർക്ക് എന്തൊക്കെ കാരണം പറഞ്ഞു അത് ഡിമാൻഡ് ഇല്ലാന്ന്. അത് കാരണം ഒട്ടും വിലയും കിട്ടില്ല. എത്ര 20 കിലോ 400 ഓൺലി. 20 കിലോക്ക് വെറും 400 രൂപ എത്ര വില കിട്ടുക. എന്ത് രസം നോക്കിയ ആപ്പിൾ തോട്ടം കാണാണ്ട്. ഇദ്ദേഹം ശരിക്കും നല്ലൊരു അടിപൊളി കൃഷിക്കാരനാട്ടോ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല ധാരണയുണ്ട്. മരങ്ങളൊക്കെ എന്ത് ഭംഗിയാ നോക്ക്. ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ ആപ്പിളൊക്കെ ഒക്ടോബറിലാണ് കേട്ടോ ശരിക്കും വിളവെടുപ്പിനാവുക. ഇപ്പൊ ഇങ്ങനെ ചെറിയ ആപ്പിൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പുള്ളി നമ്മളെ ആൽമണ്ട് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ആ ഓക്കെ 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 ഇതാണ് കേട്ടോ. അഭി खा सकते हैं ऐसा खा सकते हैं जैसे आम खाते हैं, कच्चा आम का अचार नहीं देखा है? कच्चा आम पर वैसे हम भी बनाते हैं. ഇതല്ലേ ഇതിന്റെ തൊലി പോലും കളയാൻ അങ്ങനെ കഴിക്കുന്ന ആൾക്കാര്. അത് കൊള്ളാലോ. This is best Kashmir. ബെസ്റ്റ് കാശ്മീരി ആൽമണ്ട്. Almonds. ഓ देखो ये जरा वहाँ फोटो उठा, इसको वीडियो पूरा उठाओ. This is green almonds. ग्रीन आलमंड. Yes. ओके इसमें चटनी बनती है और बनता है इसमें. चटनी बनती है. हाँ, अगर दही डालेंगे इसके साथ करी बनता है. इतना मीठा कहने की बात नहीं. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നമ്മുടെ നാട്ടില് ഒരു ബദാം ഉണ്ടല്ലോ, ബദാമിന്റെ മരം ഉണ്ടല്ലോ. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബദാമും അതും ഡിഫറെന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചത് മരം ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്. वहाँ नहीं होता, ये अच्छा लगता है. ഇത് നമ്മുടെ മറ്റേ പൊമഗ്രനേറ്റിന്റെ ഒക്കെ മരം അല്ലേ, അതുപോലെ ഉണ്ട്. ഒരിക്കലും ബദാമിന്റെ മരം ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല കായുണ്ടേ. ഇത് പറഞ്ഞാൽ നമുക്കൊന്ന് പച്ച കഴിച്ചു നോക്കാം. പച്ച അങ്ങനെ കഴിക്കുന്നുണ്ട് പുള്ളി പറിച്ചിട്ട്. കൊള്ളാല്ലേ. आप कुटी में हो? ചില മാങ്ങന്റെ ഒക്കെ ടേസ്റ്റുമായിട്ട് ചെറിയൊരു സാമ്യം കേട്ടോ. ഇതിന്റെ അകത്ത് കണ്ടോ, ഇതിന്റെ തോട് ആണ് ശരിക്കും നമുക്ക് ഇപ്പൊ ഈ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്നത്. തോടായിട്ടുള്ള സാധനം ഒഴിവാക്കുന്ന സാധനം. ഇതിന്റെ പരിപ്പായിട്ട് വരുന്ന ആ ഭാഗം കണ്ടോ, അതൊരു ജെല്ലി പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇനി അതിങ്ങനെ ഹാർഡായിട്ട് വരണം. ഇന്ന് ഫുള്ള് ബദാം, കച്ചാ ബദാം കഴിച്ച് വയറിറക്കാം. കച്ചാ ബദാം അങ്ങനെ പാട്ടില്ലടാ. कच्चा बादाम खाओ, कश्मीर का सबसे मजा आता है इसमें. ആ हम इसकी चटनी बनाते हैं, हम लेते हैं ना घर में. रोटी के साथ खाएंगे. हाँ, रोटी के साथ कुछ भी किसी के भी साथ खा सकते हैं. ओ हम चावल भी खाते हैं इसके साथ. इसके साथ बहुत टेस्ट आता है. इसमें बहुत ऐसे एक्सपोर्ट करेगा कच्चा. कच्चा. ഈ സാധനത്തിന് അത്യാവശ്യം ഡിമാൻഡ് കിട്ടോ. ഞാൻ വിചാരിച്ചു ഇവർ ഇത് കഴിക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ ഇവിടെ കഴിക്കാതിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 കിലോക്ക് ഏകദേശം 200 രൂപ വരെക്ക് ഇതിന് വില കിട്ടും അത്രേ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നമ്മളിത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല അത്രേ. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വന്നതല്ലേ. പക്ഷേ ഇവർക്കിത് അധികം ഇതേപോലെ കഴിക്കാൻ പറ്റില്ലത്രേ. നമ്മളിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ പച്ചക്ക് ഇവർക്ക് ഇത് അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പണി നിർത്തിയിട്ടാണ് നമ്മുടെ കൂടെ വന്നത്. അദ്ദേഹം ഇവിടെ ഈ പുല്ലൊക്കെ വെട്ടിയിട്ട് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് ഉണക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ പണി തീർത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ ഇവർ പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ മൊത്തം കായനെ ഇവർ ബദാം എന്ന് പറയും. അതിൻ്റെ ആ പരിപ്പുണ്ടല്ലോ അതിനെ ഒരു ആൽമണ്ട് എന്ന് പറയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. കണ്ട, ഇതാണ് ഇനി മൂത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് നാട്ടിൽ ബദാമായിട്ട് കിട്ടുന്നത് കേട്ടോ. ഒരു കുഴൽ കിണറുണ്ടേ, അതിൽ പമ്പ് വെച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ചാമ്പിയിട്ട് ഇത് കൃഷിക്കൊക്കെ ആവുമോ? ചിലപ്പോൾ ആയിരിക്കില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ആ പക്ഷെ പെട്ടെന്ന് വെള്ളം വേണ്ട അല്ലേ? ഓ സംഭവം എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഈ ആപ്പിൾ തോട്ടത്തിലുള്ള പുല്ല് മുഴുവൻ വെട്ടിയിട്ട് ആ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഇവിടെ ഈ ഓപ്പൺ സ്പേസിൽ കൊണ്ടുവന്നിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. അപ്പം ഞാൻ ചോദിച്ച് ഇത് ഇതേപോലെ പശുക്കൾ കഴിക്കില്ലേ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുകാലത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാനാണ്. നമ്മൾ വൈക്കോലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കൂലേ, അതുപോലെ ഈ പുല്ല് ഉണക്കിയിട്ട് മഞ്ഞുകാലത്ത് ഇതൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ആ കാലത്ത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണക്കുന്നത്.
घास निकालने के लिए हमने रेडी रखी है, तो बोलते हैं रेडी। ഓക്കെ ഓക്കെ ഓക്കെ. ചായ കുടിക്കണമെന്ന് ആര് ചോദിച്ചാലും നമ്മൾ വേണ്ടാന്ന് പറയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചായേൻ്റെ അല്ല കാര്യം, ആ കാര്യം പറഞ്ഞിട്ട് അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അവിടേക്ക് ഒന്ന് കാണാലോ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി പുല്ല് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുള്ളിയുടെ വീട്ടിൽ പോവാം. जब वो पुलवामा गए ना, हाँ अब बहुत मैंने इसीलिए बंद किया फिर दुकान। जब कस्टमर ही नहीं रहे तो मैं क्या करता उधर, ഓ फिर हमने दुकान बंद किया। ഓ ഇത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് തള്ളാന്. പുല്ലാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് പറയണേ അദ്ദേഹത്തിന് കേരളത്തിൽ ഫ്ലാറ്റ് വേണമെന്ന്. അപ്പോൾ എന്താ വെച്ചപ്പോൾ അവിടെ പോയി താമസിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിക്ക്. അവിടെ പോയി താമസിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാശ്മീരൊക്കെ വിട്ടിട്ട് പുള്ളി കേരളത്തിൽ പോകാൻ എന്താ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ് കാലത്ത് മാത്രം പോയി താമസിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളത് ചോദിച്ചപ്പോൾ പറയാണ് പുള്ളി അല്ലാത്ത കാലത്ത് ഒരിക്കലും ഇവിടുന്ന് പോകില്ലാന്ന്. സ്വർഗം പോകാത്ത സ്ഥലത്തു നിന്ന് പിന്നെ എങ്ങോട്ട് പോകാനെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ മഞ്ഞുകാലത്ത് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ പുറത്തൊക്കെ ഇതേപോലെ വീടുകളുണ്ട്. അവർക്ക് ഈ മഞ്ഞുകാലം മാത്രം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. क्या करेंगे, അദ്ദേഹം വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ 9 മണിക്കെങ്ങാണ്ട് വന്നതാണ്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. അദ്ദേഹം ഒറ്റയ്ക്ക് ഇത്രയും സ്ഥലത്തുള്ള പുല്ലുകൾ മൊത്തം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു എപ്പോൾ വന്നാന്നൊക്കെ. അപ്പോൾ പുള്ളി പറയാണ് വിയർത്താൽ മാത്രമേ നമ്മളെ ഭക്ഷണം ഹലാലാവൂ എന്നാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനാണ്. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏകദേശം 100 ആപ്പിൾ മരങ്ങളുണ്ട് കേട്ടോ പുള്ളിക്ക്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് അപ്പുറത്തുള്ള വേറൊരു തോട്ടത്തിലും കൂടി ആയിട്ട് അദ്ദേഹത്തിന് ഏകദേശം 100ഓളം ബദാമിൻ്റെ മരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കൃഷിയൊക്കെ പുള്ളിക്കുണ്ട്. ഈ ആപ്പിൾ മരങ്ങളൊക്കെ കണ്ടോ, ഇത് അത്യാവശ്യം നല്ല പ്രായമുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ തോട്ടത്തിലെ എല്ലാ ആപ്പിൾ മരങ്ങളും 25 വർഷം പഴക്കമുണ്ട്. ഇത്ര 25 വർഷം പ്രായമുള്ള മരങ്ങളാണ് ഇതൊക്കെ. ഒന്നും വലുപ്പം ഇല്ലാത്തത് നോക്കണ്ട, ഇതൊക്കെ അവരിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പ നട്ടാണ് കേട്ടോ. അദ്ദേഹം ഈ കൃഷിയിലൊരു അഗ്രഗണ്യനാണത്രേ. എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടായാലും പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ കുറച്ച് മണ്ണ് ഇങ്ങനെ എടുത്ത് കണ്ടില്ലേ. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഈ മണ്ണ് എടുക്കുന്നത് നിരോധിച്ചിരിക്കാതെ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ള പാമ്പോർ എന്ന് പറയുന്നത്, അതായത് പുൽവാമ ഡിസ്ട്രിക്റ്റിൽ പാമ്പോർ തഹസിലാണ് അല്ലേ, അതിൽപ്പെട്ട ഒരു വില്ലേജാണിത്. അപ്പോൾ ഈ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലം മൊത്തത്തിൽ ഈ സാഫ്രോണിന്, നമ്മുടെ കുങ്കുമപ്പൂവിന് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മണ്ണ് ഈ കുങ്കുമപ്പൂവിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണത്രേ. അതുകൊണ്ടിപ്പോൾ ഈ മണ്ണ് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നത് അല്ലേ പറഞ്ഞേ അല്ലേ. അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്. പിന്നെ ഈ നമ്മുടെ കശ്മീരിൽ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെത് ക്വാളിറ്റി കുറവാണത്രേ. അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ കുങ്കുമപ്പൂവിനേക്കാളും 10 മടങ്ങ് ക്വാളിറ്റി ഉണ്ട് ഇത്രേ നമ്മുടെ കശ്മീരിൻ്റെ കുങ്കുമപ്പൂവിന്. ഇതിന് ഏകദേശം വില എന്ന് പറയുന്നത് 10 ഗ്രാമിന് 4000 രൂപ. അതായത് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഗ്രാമിന് 400 മുതൽ 600 രൂപ വരെ ഇതിന് വില. അപ്പോൾ ഇങ്ങോട്ട് ടൂർ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ദാൽ ലേക്കിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പേര് ഈ കുങ്കുമപ്പൂവും കൊണ്ട് വരും. വളരെ ചീപ്പായിട്ടൊക്കെ വില പറയും, 100 രൂപ 200 രൂപയൊക്കെ. 100% ഫേക്കാണ്. അതിനകത്ത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ, ഫേക്കാണോ അല്ലേ എന്നതിനപ്പുറം നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുങ്കുമപ്പൂ യൂസ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആയ ലേഡീസ് പാലിലൊഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നിറം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. അതൊന്നും ഒരു തരത്തിലും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല കേട്ടോ. വേറെ എന്തൊക്കെയോ തരത്തിലുള്ള ഉപയോഗം ഉണ്ട് കുങ്കുമപ്പൂവിന്, അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. കഴിഞ്ഞോ? അതാ വെയിലെടുക്കണം. പുള്ളിക്കാരൻ അവിടെ വെയിലൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആപ്പിൾ മരങ്ങൾക്ക് മരുന്നടിക്കാനായിട്ടുണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ ഇപ്പം മരുന്നടിച്ചു കഴിഞ്ഞാൽ അത് ആ പുല്ലിലൊക്കെ ആവില്ലേ, അതുകൊണ്ടാണ് മരുന്നടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ പുല്ലൊക്കെ വെട്ടിയെടുത്തത്. ആ മരുന്നടിച്ചതിന് ശേഷമാണ് ഈ പുല്ല് വെട്ടുന്നതെങ്കിലേ ഈ പുല്ലിൽ ആ വിഷം അങ്ങനെ നിൽക്കും. പശുക്കൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട് എന്ന്, അത്രയും കേടാത്ര പശുക്കൾക്ക് അത്. അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണേ. ഒരാളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണെന്ന് അറിയോ, എന്താ അറിയില്ല. श्रीमती जी सो रही है और सारे बच्चे मिलकर मेरी जान को रो रहे हैं, और सारे बच्चे मिलकर मेरी जान को रो रहे हैं। बच्चों के बीच बैठा घंटी हिला रहा हूँ,
आफत गले पड़ी है जिसको निभा रहा हूँ जब से हुई है शादी शादी बर्बादी शादी. അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ആ വണ്ടി ഉരുട്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്രഞ്ചു എന്ന് പറയുന്ന വില്ലേജിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് വീട്, കണ്ടോ മുറ്റമൊക്കെ കണ്ടോ, നല്ല പുല്ലൊക്കെ ആയിട്ടില്ലേ. നേരെ മുമ്പിൽ തന്നെ കുറച്ച് കൃഷി ഉണ്ട്. ഏക്കായേ സബ്ജി. कश्मीरी साग है. ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ്. इसका सवाब मिलते हैं. अस्सलाम वालेकुम वरहमतुल्लाह. अस्सलाम वालेकुम रहमतुल्लाह. वबरकातुहू. हम केरला से. केरला से. हाँ. आपका नाम? അഷ്റഫ്. अशरफ മുഹമ്മദ് അനസ്. मोहम्मद अनस. ഉണങ്ങാനിട്ട പുല്ലിന്റെ കുറച്ച് ബാക്കി അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അത് നമ്മളോട് പറഞ്ഞിരുന്നു. അതായത് ഇന്ന് കുറച്ച് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ഇവിടെയും മുറ്റത്തൊക്കെ കുറെ പുല്ല് ഉണങ്ങാട്ടിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ ഇതാണ് തൊഴുത്ത്. ഇവിടെ പശുക്കളുണ്ട്. അവർക്ക് ഇന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലാണ് അദ്ദേഹം കൊണ്ടുവന്നത് കേട്ടോ. ക്യാ This one is organic matter. गोबर Also going to अब बोला ना गोबर सोना है. ये सोना. അവിടുന്ന് കുറച്ച് ചാണകം എടുത്തിട്ട് അദ്ദേഹം പറയാണ് ഇത് ഗോൾഡ് ആണെന്ന് കേട്ടോ. അദ്ദേഹത്തിന്റെ കൃഷികളിലൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അത്രേ. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ये सोना है. जिसको ये आएगा चलाना वही काम करेगा. ये देखो पूरी खाद डालते हैं यही. मैं केमिकल वाली खाद नहीं मानता. അദ്ദേഹം ഒന്ന് കൈ കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. കൈയൊക്കെ പച്ച കളറായിട്ടുണ്ട്. നമ്മൾ അനസ് ബ്രോ ഉപ്പാനോട് സംസാരിച്ച് നിൽക്കാൻ കേട്ടോ. ഇവിടെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ സാധാരണ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ നല്ല വൃത്തിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ അദ്ദേഹം ആ പുല്ല് വെട്ടുന്ന സാധനം കൊണ്ട് നേരെ മുകളിലൊക്കെ കയറിപ്പോയത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ കാശ്മീരി വീട്ടിലും കാണുന്ന പോലെ വീടിൻ്റെ മുകളിൽ തട്ടുമ്പുറുണ്ട്. ഇത് കണ്ടോ എന്തുമാത്രം വലിയൊരു ഏരിയ എന്നറിയോ. ഇവർക്ക് ഒരുപാട് സംഗതികൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ്. ഇവിടെ എന്തോ കാണിച്ചു തരുന്നുണ്ട് പുള്ളി. എന്താണ്? ആ ഉണങ്ങിയതോ? This one is almond. ഓ जो उधर दिखाया था वो ऐसा होता है इससे. ये ऐसे सफाई करके ഓക്കെ पिस्ते की तरह होता है. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ സീസണിലത്തെ ബദാമാണ്. അത് ഉണക്കി വെച്ചത് ഒരു മാർക്കറ്റിലേക്ക് വിട്ടതിന്റെ ബാക്കി കുറച്ചുള്ളതായിരിക്കും. താങ്ക് യു. വേറെ എന്തോ ഒരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചാക്ക് തുറക്കുന്നുണ്ട് കേട്ടോ. കേവല നാം ഗുന്ദം गुंदम. കശ്മീരി ഗുന്ദം. Taste is best. क्या है? This one. क्या है? पंजाबी ഗോതമ്പ്. गुदम. This is Kashmiri. ഗുന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കുന്തം എന്ന് പറഞ്ഞ വേറെ സാധനം. आप टेस्ट कर सकते हैं. ആ ഇത് കാശ്മീരിന്റെ ഗോതമ്പാണ് കേട്ടോ. ഗുന്തം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഇത് അടിപൊളി സാധനം എന്നാ പറയുന്നത്. ആ പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ 2 ചാക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ലാൽ മിർച്ചാണ്. ലാൽ മിർച്ച് നമ്മൾ ഈ കാശ്മീരി ചില്ലി എന്ന് പറയുന്ന സംഭവം ആയിരിക്കും. കാശ്മീരി ചില്ലി, ആ അതന്നെ ലാൽ മിർച്ച്. വേറൊരു പാത്രത്തിൽ കാശ്മീരി രാജ്മ കണ്ടോ, ആ ഒരു ടൈപ്പ് പയറല്ലേ കാശ്മീരി രാജ്മ. ഓർ This one is Kashmiri apples. एप्पल. Yes. एप्पल क्या किया? सूखा खाया गाय को देते हैं बर्फ में. अभी थोड़ा डालते हैं इसको. ये एप्पल है. This one is apple. Golden apple. ओके गाय को ये बहुत पसंद है. പസന്തേ? हाँ बहुत पसंद है. ഓക്കെ അതായത് ആപ്പിൾ മരത്തിൽ നിന്ന് താഴെ വീഴുന്ന ആപ്പിളുകൾ ശേഖരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കും. അത് പശുക്കൾക്ക് ഭയങ്കര ഇഷ്ടാത്രേ. Kashmiri saag, dhaniwal, പുദീന. Yes. Yeah. ആ ഇതാണ് കേട്ടോ ലാൽ മിർച്ച്. ഈ സാധനമാണ് ആ ചാക്കിലുള്ളത്. ഇവരെല്ലാ സംഭവങ്ങളും മഞ്ഞുകാലത്തിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് കേട്ടോ. പല സംഭവങ്ങളും, അതായത് മഞ്ഞുകാലത്ത് മിക്കവാറും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ഇവരെല്ലാ സാധനവും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും ആ ഒരു സീസണിന് വേണ്ടിയിട്ട്. മൂലിന്റെ വിത്ത്, അങ്ങനെ ഒരുപാട് ഐറ്റംസിന്റെ വിത്തും ഇവരിങ്ങനെ സൂക്ഷിച്ചു വെക്കണ്ടേ. അതൊക്കെ അതൊക്കെ വിത്താണ്.
അതൊക്കെ വിത്താണ്. അതൊക്കെ നമുക്ക് എടുത്ത് ഓരോന്നും കാണിച്ചു തരാണ് അദ്ദേഹം. जमीन में बोने के लिए वो बना देते हैं, ഇത് കണ്ടോ, कहते हैं चरखा, ചർക്ക कश्मीर में चरखा कहते हैं। പഴയ ഒരു മോഡല് ചർക്ക അവർ പണ്ട് ഉപയോഗിച്ചാണ് അത്ര, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. गांधी जी का യെസ് 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 इस गांधी जी का അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ആണ് അത്ര അത്. അതുകൊണ്ട് അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചിക്കാന്നാ പറഞ്ഞേ. हुक्का, ഹുക്ക, പഴയ ടൈപ്പ് ഹുക്കയാണ് അത്ര, അതിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഇത് കണ്ടോ, നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ് നല്ല പേരാണ് കേട്ടോ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, നെറ്റ്ഫ്ലിക്സ് എന്നാണ് പേര്. അതായത് ഇങ്ങനത്തെ കേസറും, അതായത് കുങ്കുമപ്പൂവും ബദാമും ഇങ്ങനെയുള്ള കശ്മീരിന്റെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പായിരുന്നു. ക്ലോസ് किया ना अभी? क्यों क्लोज किया? क्योंकि वो जो पुलवामा वाक़ा हो गया, फिर हमारा लॉस चल रहा था, लॉस चल रहा था, इसलिए हमने बंद किया वो. ഓക്കെ ഓക്കെ. ആ പുൽവാമ സംഭവം ഉണ്ടായതിനു ശേഷം അധികം ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് വരാതായിട്ട് അങ്ങനെ അത് കാരണം പിന്നെ കച്ചവടം കാര്യമായിട്ട് നടക്കാതെ അദ്ദേഹം അത് ക്ലോസ് ചെയ്തുത്രേ. അപ്പോൾ ആ കടയിൽ അദ്ദേഹം ഈ സാധനങ്ങളുടെ ബോട്ടിലിൽ ഒട്ടിച്ചിരുന്ന ലേബലാണത്. പേരുള്ളല്ലേ, നെറ്റ്ഫ്ലിക്സ്. ഞാൻ മോളിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അനസിനൊക്കെ അവിടെ അവർ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ, കൈ കഴുകാനുള്ള സംവിധാനം നമ്മൾ ഇരിക്കുന്ന അവിടെ തന്നെ കൊണ്ടു തന്നിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഇതെന്താ സാധനം? कश्मीरी साग. मिक्स. ओके मिक्स्ड वेजिटेबल. ये क्या है? दिस इज बीन्स and tomato mix. ഓക്കെ ബീൻസും ടൊമാറ്റോ മിക്സ്. പിന്നെ റൈസ് ഉണ്ട്, പിന്നെ റൊട്ടി. എല്ലാം ഇവരുടെ സ്ഥലത്ത് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? അല്ലേ? चावल खाओगे सर? റൊട്ടി കായക ചോറാട്ടോ കഴിക്കണത്. നമുക്ക് എന്താ വേണ്ടത് ചോദിച്ചു, അപ്പൊ നമ്മള് റൊട്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റൊട്ടി തന്നാണ്. ഭക്ഷണം കഴിക്കാതിരുന്നു കേട്ടോ. അവർ നിർബന്ധിച്ചപ്പോൾ ഒരു റൊട്ടി കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ടായിരുന്നത്. പക്ഷെ അവർ ആദ്യം കുറച്ച് ചോറ് കഴിക്കണം എന്ന് നിർബന്ധിച്ചു. എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വളരെ ലളിതമായ ഭക്ഷണം കേട്ടോ, ഒരുപാട് ആർഭാടമൊന്നുമില്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള 1-2 കറി മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ വരുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ പരമാവധി നമ്മൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, അതായത് മട്ടനൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ വെജിറ്റബിൾ ഐറ്റംസ് കഴിച്ചപ്പോഴൊക്കെ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഇവിടെ എന്തോ സ്പെഷ്യലാട്ടോ ഇവിടുത്തെ വെജിറ്റബിൾസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള 1-2 കറികളാണ്. പക്ഷേ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര തൃപ്തിയായി. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു അവരുടെ. അപ്പോൾ അവർ പറഞ്ഞത്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉപ്പ പറഞ്ഞത്, അവർ ഈ വിൻ്റർ ടൈമിൽ മാത്രമാണ് ഇത്ര ഈ മീറ്റൊക്കെ പ്രിഫർ ചെയ്യാറുള്ളത്. കാര്യമായിട്ട് ഇറച്ചി കഴിക്കാറുള്ളത് വിൻ്ററിൽ മാത്രമാണ്. ബാക്കിയുള്ള സമയത്ത് സമ്മറിലൊക്കെ അവർ പരമാവധി വെജിറ്റബിൾസ് അത്ര കഴിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം വെജിറ്റബിൾസാണ്. അതുപോലെ തന്നെ ശരീരത്തിനും നല്ലത് അതാണ്. വിൻ്ററിൽ മാത്രം അവർ കാര്യമായിട്ട് മീറ്റ് പ്രിഫർ ചെയ്യാറുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടോ. എന്തായാലും ഫുഡ് ശരിക്കും നമ്മൾ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ചോറ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ, സൂപ്പറായിരുന്നു. ഇനി ഒരു റൊട്ടിയും കൂടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് തക്കാളിയും ബീൻസും ഇട്ടുള്ള ആ സംഭവം, ചീര പോലത്തെ സംഗതി ഒക്കെ എല്ലാം അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ട് അല്ലേ? ചീര നല്ല ടേസ്റ്റ് ഉണ്ട് നാട്ടിൽ. ചീര പൊളി. तेल ज्यादा नहीं डालता है. ഓക്കെ താങ്ക് യു അനസ് ഭായ്. അപ്പൊ നമ്മള് തെരഞ്ഞെടുത്ത സാധനം കിട്ടി അല്ലേ? അതായത് സാഫ്രോൺ, പ്യൂർ saffron, dried saffron flower. യെസ്. അപ്പോൾ അവർ നമുക്ക് ഈ കേസർ, കുങ്കുമപ്പൂവ്, സഫ്രോൺ അത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവർ മുൻപത്തെ സീസണിൽ വിളവെടുത്തിട്ട് മാർക്കറ്റിലേക്ക് അയച്ചതിൻ്റെ കുറച്ച് ബാക്കിയുള്ള സംഗതികൾ നമുക്ക് അവർ കാണിച്ചു തരാണ്. ഇതിനകത്ത് 3 സാധനങ്ങളുണ്ട് കേട്ടോ. 3 പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെഡ് കളറിലാണ് അല്ലേ? ഇതാണ് ഒറിജിനൽ. അതെ, അതാണ് ഒറിജിനൽ സഫ്രോൺ. അത് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. അവരത് സെലക്ട് ചെയ്തിട്ട് വിറ്റതാണ്. പക്ഷെ 1-2 നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വന്നു. അതായത് വലിയൊരു ഇതാ ഉണ്ടാവാൻ അതിന്റെ ഒരു ചെറിയ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് റെഡ് കളറാണുള്ളത്, മീൻസ് കുങ്കുമ കളർ അല്ലേ? അതാണുള്ള പേരങ്ങനെ. പിന്നെ ഉള്ളത് അതേ സാധനം ഒരു മഞ്ഞ കളറിലുണ്ട് കേട്ടോ. അതും ഈ പൂവിനുണ്ടാകുന്നതാണ്. അതതിന്റെ സെക്കൻഡ് സാധനമാണ്. അത് യൂസ് ചെയ്യുന്നത് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ക്രീമും ചില പൗഡറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ, യെല്ലോ വാല. പിന്നെ ഉള്ളത് ആ പൂവിൻ്റെ ഇതളുകളാണ്. ഇതിവർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞത്? അഗർബത്തി അതുപോലുള്ള ഐറ്റംസ്, ഈ പെർഫ്യൂം പോലത്തെ സംഭവങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെർഫ്യൂം, അഗർബത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ
ഉപയോഗിക്കുന്നതാണ് ഈ പെറ്റൽസ് കേട്ടോ. അപ്പോൾ ഇതാണ് കുങ്കുമപ്പൂവിൻ്റെ കഥ. ഇത് കിतना मिलेगा आपको? 500 grams. एक 1 gram 500 कश्मीरी प्योर. एक साल में आप कितना मिलेगा वो वाला? आधा केजी. एक साल में आधा केजी मिल जाएगा. कितना जमीन से? 30 canals. 30 canals. മുമ്പൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വളരെ കുറവാണ് അത്ര. Before 20 years, 30 canal land is give us 1 kg and 1 canal. 1 canal give us 1 kg. 1 kg? Before 20 years old. ഓ, അതായത് മുമ്പ് 20 കൊല്ലം മുമ്പ് 30 കനാൽ എന്ന് പറയുന്ന അത്രയും സ്ഥലത്തുനിന്ന് ഓരോ കനാലിൽ നിന്നും ഓരോ കിലോ കിട്ടിയിരുന്നു. അതിപ്പോ 30 ഗ്രാമായി മാറി. അത് 30 കനാലിൽ നിന്ന് അര കിലോ മാറി. അതായത് 30 കിലോ കിട്ടേണ്ട സ്ഥാനത്ത് ഇപ്പൊ അര കിലോ കിട്ടുന്നത്. അതാണ് 30 കിലോ കിട്ടിയ വരുമാനം നോക്കി ഭീകരായിരിക്കും അല്ലേ? എന്തായാലും 20 കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ പറഞ്ഞത്. ഗ്രാജുവലി അതിങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോൾ പറ്റ കുറഞ്ഞു. അത് കാരണം കുറച്ച് കാലമായിട്ട് ഇവർ അതിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആപ്പിൾ കൃഷിയിലും ബദാം കൃഷിയിലൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ കറണ്ട് ബില്ല് വന്നിട്ടോ. കറണ്ട് ബില്ലൊക്കെ എന്ത് ഭംഗിയാന്നൊക്കെ ബില്ല് കാണാൻ അല്ലേ? അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ കറണ്ട് കൊടുക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട്, എന്നിട്ടും ഇവർക്ക് ഭയങ്കര കറണ്ട് ബില്ലാണെന്ന്. ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ പുറത്തേക്ക് വിൽക്കുകയാണ് അത്രേ. ബദാം ശരിക്ക് കാണിച്ചു തരാൻ അതിൻ്റെ അകത്തുനിന്ന് പറ്റില്ല, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ടോ ആ മരത്തിൽ നിന്ന് പറിച്ച പച്ച ബദാമാണ്. ഇത് കഴിഞ്ഞ സീസണിൽ അവർ ഉൽപ്പാദിപ്പിച്ച ബദാമിൽ കുറച്ച് ബാക്കിയുള്ളതല്ല ആക്ച്വലി. ഇത് ശരിക്കും ഈ ബദാമിന് 2 തോടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു തൊലിയുണ്ട്, പിന്നെ നല്ല ഹാർഡായിട്ടുള്ളൊരു തോടുണ്ട്. അപ്പോൾ ഇവർ മാർക്കറ്റിലേക്ക് അയച്ചിന്ന് കുറച്ച് ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം കുറച്ചുകൂടെ മാറ്റി വെച്ചാൽ കേട്ടോ അവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇതിന് ഞാൻ കാണിച്ചു തരാം. 2 തൊലിയാണ്. ഓക്കെ. ഇതിപ്പോൾ പൊട്ടിച്ചപ്പോൾ രണ്ടും ഒരുമിച്ച് പൊട്ടിയത് കൊണ്ടാണ്. ശരിക്കും ഇതിനകത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 തോടുണ്ട് കണ്ടോ. 2 തോടാണ്. ഓ, അങ്ങനെ പൊട്ടിക്കുമ്പോഴാണ് ഇതാ നമുക്ക് കിട്ടുന്ന ആ ഒരു ബദാമിന്റെ പരിപ്പ് കിട്ടുന്നത് കേട്ടോ. ഇത്രയും ഹാർഡായതുകൊണ്ട് അവർ മാറ്റി വെച്ചാൽ കേട്ടോ കുറച്ച്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേട്ടോ. ഇതാണ് ഒറിജിനൽ കശ്മീരി ബദാം. ആദ്യത്തെ തോട് പൊളിച്ചാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ തോട് ഭയങ്കര ഹാർഡായി, നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. ഈ ബദാം കാണുമ്പോൾ വളരെ ചെറുതല്ലേ, പക്ഷേ ഇതാണ് കേട്ടോ ക്വാളിറ്റി ഉള്ളത്. അതായത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വലുത് കണ്ടു കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് വരുന്നതാണ്, അതിനകത്ത് ഓയിൽ കണ്ടന്റ് കുറവാണ്. ഇത് ചെറുതായിരിക്കും കശ്മീരിൻ്റെത്, പക്ഷേ ഇതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇപ്പം നമ്മൾ രാവിലെ മുതൽ ശ്രീനഗറിൽ നിന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടത് മുതൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ കേട്ടോ അദ്ദേഹത്തിൻ്റെ ആപ്പിൾ തോട്ടത്തിൽ പോയി. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബദാമിൻ്റെ തോട്ടം കണ്ടു, പച്ച ബദാം പറിച്ച് കഴിച്ചു. കുറേ സമയം അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. വീട്ടിൽ വന്നു, കുറേ കാഴ്ചകൾ കണ്ടു, ഫുഡ് കഴിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം മറന്നു. आपका नाम क्या है? फारूक अहमद. പേര് അവസാനം കഴിക്കുന്നത് फारूक अहमद भट्ट कश्मीर. ओके, थैंक यू फॉर द डे. आज अच्छा है आपको. फिर मिलेंगे. നമുക്ക് പോവാട്ടോ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പ വന്നിട്ട് പറയാൻ കേട്ടോ. അതായത് ആപ്പിള്, പിന്നെ മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ഈ പിന്നെന്താ പറയാ കേസർ, ബദാം, ഇങ്ങനെയുള്ള എന്ത് സാധനം ഓൾ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് കാശ്മീരിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങണമെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട്. ഓക്കെ, നമ്പർ ഞാൻ താഴത്ത് വെക്കാം. അസ്സലാമലൈക്കും. ബൈ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈ. നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ തന്ന 2 ഇല വിഭവങ്ങളിൽ ഒന്ന് ഇതുകൊണ്ടുള്ളതും പിന്നെ ഒന്ന് അതുകൊണ്ടുള്ളതാണ്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് അവരുടെ ഗ്രാമവും പിന്നിട്ടിട്ട് മുന്നിൽ കാണുന്ന റോട്ടിൽ കൂടെ വെറുതെ അങ്ങനെ കുറേ സ്കൂട്ടർ ഓടിച്ച് പോയിട്ടോ. ഇവിടുത്തെ പ്രത്യേകത, പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മൾ ഏത് റോട്ടിൽ കൂടി പോയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല മനോഹരമായ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടുന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരുന്നു കേട്ടോ, കുറച്ചുകൂടി പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഒറിജിനൽ കേസർ അതായത് കുങ്കുമപ്പൂവ് കാണാൻ പറ്റും എന്നിട്ടോ. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ വന്നാണ് കേട്ടോ.
ഇവിടെ വന്നപ്പോഴാണ് കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ശ്രീനഗറിൽ ഫേക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ശ്രീനഗറിൽ മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും കാശ്മീരിലുമായിട്ട് ഈ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഈ സാധനം കുങ്കുമപ്പൂവ് ഉണ്ടാവുന്നുള്ളൂ, കൃഷി ചെയ്യുന്നുള്ളൂ. ഇവിടെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. മണ്ണിൻ്റെ എന്തോ പ്രത്യേകത എന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിന് പുറത്തേക്ക് കിട്ടുന്ന സാധനങ്ങൾ ഭൂരിഭാഗവും ഫേക്ക് ആണെന്നാണ് പറഞ്ഞത്. അതായത് ശ്രീനഗറിലൊക്കെ പോയി കഴിഞ്ഞാൽ 50 രൂപക്ക് 5 ഗ്രാമൊക്കെ കിട്ടും. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇവിടെ ഇവരിത് കൊടുക്കുന്നത് 350 രൂപ പെർ ഗ്രാമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ എത്ര രൂപയുടെ സാധനമായിരിക്കും എന്നറിയോ. ഇവിടെ ഇവരിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 ഗ്രാമിൻ്റെ, 2 ഗ്രാമിൻ്റെ, 5 ഗ്രാമിൻ്റെ, പിന്നെ 10 ഗ്രാമിൻ്റെ, അതുപോലെ ഇത് 20 ഗ്രാമിൻ്റെ കേട്ടോ. ഇതൊക്കെ ഓരോ ഗ്രാമിനും 350 രൂപ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് പുൽവാമ ഡിസ്ട്രിക്റ്റിൽ പാമ്പോർ തഹസിലിൽ ലത്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഫേക്ക് കുങ്കുമപ്പൂവ് നിങ്ങൾക്ക് ശ്രീനഗറിൽ നിന്ന് കിട്ടുന്ന മണാലിയിലും കിട്ടും കേട്ടോ ആ സാധനം. അതെന്താണെന്നറിയോ, ഇദ്ദേഹമാണ് പറഞ്ഞു തന്നത്. അത് നമ്മുടെ കോണില്ലേ, ചോളത്തിൻ്റെ ആ ഇല ഉണ്ടല്ലോ, ആ ഇല ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് കളറിൽ മുക്കിയിട്ടാണ് നമുക്ക് ഈ 1 ഗ്രാമിന് 50 രൂപയ്ക്ക് വെച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്നും പോയിട്ട് പെടാതിരിക്കുക. ഒറിജിനൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഏരിയ വന്നാൽ മതി. ഇദ്ദേഹം ഭയങ്കര ജെനുവിനാണെന്ന് ഫീൽ ചെയ്തു കേട്ടോ. കാരണം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞത് ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങിയാലും ഒറിജിനൽ കിട്ടുന്ന. പുള്ളിയുടെ ഷോപ്പിനെല്ലാം പ്രൊമോട്ട് ചെയ്തത്. ഇവിടെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ കുറേ കടകളുണ്ട്. അവിടുന്ന് എവിടുന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് ഒറിജിനലേ കിട്ടും, അതിനെക്കുറിച്ച് പേടിക്കണ്ട എന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കശ്മീരി കാവ വേണമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കശ്മീരി കാവ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ഈ കാവ എന്ന് കുറേ കേൾക്കുന്നു, കുറേ കുടിക്കുന്നു, പല തരത്തിലും പല ടേസ്റ്റും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ശരിക്കും ഈ സാധനം ഇറാനിൽ നിന്ന് വന്നാൽ അത്രേ. ഇവിടെ ഈ കശ്മീരി ലാംഗ്വേജിൽ കാഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്നാണ്. വ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, 11 ടേസ്റ്റ്, അതാണ് കാഹ്വ. 11 സ്പൈസസ് ആഡ് ചെയ്തിട്ടത്രേ ശരിക്കും ഈ ട്രഡീഷണൽ ആയിട്ട് ഈ സാധനം അവരുണ്ടാക്കുക. അതാണ് അതിൻ്റെ പേരങ്ങനെ. ഞാനിത് വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് പുള്ളി എണീറ്റ് പോയിട്ട് എനിക്ക് ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചു. ഷാഹി കാഹ്വ, ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ 11 സ്പൈസസും കൂടിയിട്ടുള്ള ഒരു പാക്കറ്റാണ്. ഉണ്ടോ, ഇതും ഇവർ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കാവയെ കുറിച്ച് കഴിഞ്ഞിട്ടോ. നമ്മുടെ അനസ് ബ്രോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ. അതായത് കേസർ ഹണി അര കിലോ ആണ്, അതിന് 500 രൂപയാണ്. അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ 1 ഗ്രാം കേസർ, ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ 1 ഗ്രാം കേസർ വാങ്ങിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഖവൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, 11 സ്പൈസസ്, അതിൻ്റെ ഒരു ചെറിയൊരു ഡപ്പി, ഇതിന് 300 രൂപയാണ്. ഇത് വാങ്ങിച്ചു. അപ്പോൾ ഇനി നമുക്ക് പോവാം. സംഭവം എന്താ അറിയോ, നമ്മൾ കുടിച്ച ആ കാവല്ലേ, അത് വേറൊരു ഷോപ്പാണ്. വേറെ ഷോപ്പിൽ നിന്ന് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി കുടിക്കുകയും വിചാരിച്ചു. ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്ന സാധനം. തോടാ ഓപ്പൺ കരുതോ. ഇസ്കാ അന്തർ ക്യാ ആഗ് കണ്ടോ, ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ തീ. ഇതിന്റെ അകത്താണ് തീ ഇടുന്നത്. ഇവിടെ ഉണ്ടോ കാവ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അത് ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉള്ളിൽ അതിന്റെ തീ ഇട്ടേക്കുന്നത്. ഇനി ഇത് എടുത്തിട്ട് കപ്പിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ആൽമണ്ടൊക്കെ മിക്സ് ചെയ്യുന്ന പണിയുള്ളൂ. ഞാൻ വിചാരിച്ചു നമുക്കത് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന വിചാരിച്ചത്, പക്ഷേ അതിന് ഓപ്ഷൻ ഇല്ല. അങ്ങനെ കാവ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നേരെ ശ്രീനഗറിലേക്ക് തിരിച്ചു പോവാണ്. പാമ്പോർ ഭാഗത്തു നിന്നുള്ള വളരെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. എന്തായാലും കശ്മീരിൽ നിന്നുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.